പ്രസിദ്ധമായ നിരണം ഇലഞ്ഞിക്കൽ പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പെരുന്നാളിന് ഓരോ വർഷവും നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ ഓരോ വർഷവും എത്തുന്നത്. പുരാതനമെന്ന് പറഞ്ഞാൽ വളരെ വളരെ പുരാതനമായ ഒരു പള്ളിയാണ്. കാഴ്ചയിൽ ചെറുതെന്ന് തോന്നിയാലും ഇതിന് പ്രശസ്തി വലുതാണ്. ഓരോ വർഷവും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ പെരുന്നാളിനും അല്ലാതെ ഇട ദിവസങ്ങളിലൊക്കെ ഈ പള്ളിയിൽ എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ എലഞ്ഞിക്കൽ തറവാട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വലിയ ഒരു തറവാട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു തറവാട്. 2 മന്ത്രിമാർ ജീവിച്ചിരുന്ന വലിയൊരു തറവാട്. ഇവിടെ നിരവധി സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെ ഒരു കാലത്ത് നടക്കുമായിരുന്നു. ഇങ്ങനെ പ്രശസ്തമായ വലിയ ഒരു വീടും അതിൻ്റെ പരിസരത്ത് ഒരു പള്ളിയുമാണ് ഉള്ളത്. എത്താൻ വളരെ പ്രയാസം. അത്രയ്ക്കും ദൂരമാണ് ഈ വീടിൻ്റെ വലിപ്പവും തിരുമുറ്റവും ഒക്കെ. കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു കാലത്ത് വന്ന് ഭരണം നടത്തിയിരുന്നത് വരെ ഈ തറവാട്ടിൽ നിന്നാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ 2 മന്ത്രിമാർ ഈ തറവാട്ടിൽ നിന്നുള്ളവരായിരുന്നു. ഒന്ന് ഇ ജോൺ ജേക്കബും മറ്റൊന്ന് ഇ ജോൺ ഫിലിപ്പോസും. ഇതിൻ്റെ മുന്നിൽ കൂടിയാണ് കോലറയാർ ഒഴുകുന്നത്, കോലറയാർ നദി. ഈ വീടിൻ്റെ തിരുമുറ്റത്ത് ഇരുന്ന് അല്ലെങ്കിൽ തിണ്ണയിലിരുന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന രീതിയിൽ ആണ് കോലറയാർ ഇതുവഴി ഒഴുകുന്നത്. വലിയൊരു തറവാട്. ഇന്ന് കേരളത്തിൽ അപൂർവമായി മാത്രമേ ഇങ്ങനെ ഒരു തറവാട് കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കുന്ന ഈ മുറ്റത്ത് തന്നെയാണ് എലഞ്ഞിക്കൽ പ്രശസ്തമായ നിരണത്ത് പള്ളിയുടെ ചാപ്പൽ കൂടിയായ എലഞ്ഞിക്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്.